ബിരിയാണി മന്തിയും ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഇനി ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഹലോ, ഐ എം ഷബാന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് അഫ്ഗാനി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അതിനായി അടുപ്പത്തൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 3 ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ഓയിലിൽ ചെയ്താലും മതി. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. കൂടെ കുറച്ച് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വലിയ കഷ്ണം പട്ടയും 4 ഏലക്കയും 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത സ്പൈസസ് ഒക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഷാജീരകമാണ്. ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു തരം ജീരകമാണ് കേട്ടോ. കെറവ സീഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ക്യൂമിൻ സീഡ് എന്നൊക്കെ പറയും. ഇതില്ലെങ്കിൽ സാധാ നമ്മളെ ക്യൂമിൻ സീഡ് തന്നെ ചേർത്താൽ മതി കേട്ടോ. അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുഴുവൻ കുരുമുളകാണ്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 2 മീഡിയം സൈസ് സവോള തിന്നായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവോളയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കളർ മാറുന്നത് വരെ, ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. 4 പച്ചമുളക് ഇതിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതായിപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായി കളർ മാറി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് കഴുകി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ കോഴി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം തന്നെ ചേർക്കാം, കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തെടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ആ ഒരു പിങ്ക് കളർ പോയിട്ട് ഒരു വെള്ള കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടറാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് 5.5 കപ്പ് ഒഴിക്കുന്നുള്ളൂ. പിന്നെ 1/2 കപ്പ് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. ഇതായിപ്പോൾ ഇവിടെ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചിക്കനെല്ലാം ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാതും ഇപ്പോൾ ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി 1 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ച 4 കപ്പ് ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ റൈസൊക്കെ ഒന്ന് കുക്കായി വരുന്ന നേരം കൊണ്ട് വേറൊരു പാൻ വെച്ച് മാറ്റി വെച്ച ചിക്കനില്ലേ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കുമ്പോൾ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ചിക്കൻ ഈ ഒരു കളറായാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ റൈസ് ഒന്ന് തുറന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. പാലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ റൈസ് കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. ചിക്കനെല്ലാം മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സ്റ്റിക്കി ടെക്സ്ചറൊക്കെ ആയിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. ചൂടൊക്കെ ഒന്ന് തണിഞ്ഞു വരുന്ന സമയത്ത് അത് റെഡി ആയിക്കോളും. ഇനി റൈസിൻ്റെ മേലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് വേറൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കരിഞ്ഞു പോകരുത്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്, അതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നട്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് ആ കാരമലിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി സോട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടെ നമ്മൾ ചിക്കൻ്റെ മേലേക്കായിട്ടൊന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി അഫ്ഗാനി ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി മന്തിയൊക്കെ തിന്ന് മടുത്തെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. പിന്നെ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിലും കൊടുത്തേക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.